Assalamualaikum. Welcome back to Tuttuze Kitchen. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ്. അപ്പോൾ എഗ് ബിരിയാണിക്ക് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 3 മുട്ടേനൊന്ന് ചെറുതായിട്ടൊന്ന് കത്തി വെച്ചിട്ട് ഇതേമാതിരി ഒന്ന് വരഞ്ഞു വെക്കാം. 3 മുട്ടയിലും ഇതേമാതിരി ചെയ്യാം. ഇനി നമുക്ക് ഈ മുട്ടേനൊന്ന് ജസ്റ്റ് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് 3 മുട്ടയ്ക്ക് എത്രമാത്രം മുളക് പൊടി വേണോ അതെടുക്കുക. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഉണ്ടാകത്തുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്ത മുട്ടേനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എഗ്ഗിനെ ഫ്രൈ ചെയ്തെടുക്കാൻ കുക്കർ വെക്കാം. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി, നമ്മള് പ്രഷർ കുക്കറിനാണ് എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കുക്കർ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ എഗ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഓയിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എഗ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ RKG അല്ലെങ്കിൽ നെയ്യോ, ഞാനിവിടെ RKG ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മതിയാവും. ഇതിലേക്ക് ഒരു 2 സവാള നീളത്തിൽ എരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് സവാളയുടെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വഴറ്റാം. നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. മിക്സിയിൽ അടിച്ചെടുത്താലും പ്രശ്നമില്ല. ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരു 2 വലിയ പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി സവാളയൊക്കെ ഒന്ന് നല്ലപോലെ വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2.5 തക്കാളി, 2 വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് പതുക്കെ മിക്സ് ചെയ്യുക. നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അധികം കട്ടിയില്ലാത്ത തൈരാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഒന്ന് ഈ കുക്കറിന്റെ മൂടി കൊണ്ട് തന്നെ ഒന്ന് പതുക്കെ അടച്ചു വെക്കുക. ലോക്ക് ചെയ്യണ്ട. ഇനി ആ തക്കാളി എല്ലാം കൂടെ നല്ലപോലെ വഴഞ്ഞു വരണം. എപ്പോഴും തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും ചിലപ്പോ. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ കൊടുക്കാം. മസാലപ്പൊടികളുടെ അളവ് പറയുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ആക്ച്വലി മുളക് പൊടി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ചേർക്കുമ്പോൾ ചോറിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മസാലപ്പൊടികൾ ഇട്ട ശേഷം തീ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഒരല്പം വെള്ളം ചേർത്തിട്ട് ഈ മസാലേനെ ഒന്ന് ലൂസാക്കി എടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പൊ മസാല ഒന്ന് തിക്നെസ് മാറിയിട്ടൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 കറുകപ്പട്ട,
ഒരു 3 കരയാമ്പൂ, അതുപോലെ ഒരു 3 ഏലക്കായി, ഒരു 2 നുള്ള് പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരി ചേർക്കാനുള്ള സമയമാണ്. ഞാനിവിടെ നല്ല ചെറിയ അരി, ഇത് റോസ് കൈമ എന്നൊക്കെ പറയുന്ന ഈ അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കിലോ അരി എടുത്തിട്ടുണ്ട്. അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മുട്ടനെ ഫ്രൈ ചെയ്തെടുത്താണ്. ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഞാൻ 3/4 കിലോ അരിയാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. 3/4 കിലോ അരി നമ്മൾ ഏത് പാത്രത്തിലാണോ അളന്നെടുക്കുന്നത് ആ പാത്രത്തില് 1 പാത്രം വെള്ളം, കൂടാതെ ആ പാത്രത്തിൽ തന്നെ 1/2 പാത്രം കൂടെ വെള്ളം എടുക്കുക. വെള്ളത്തിന്റെ അളവ് മനസ്സിലായല്ലോ. അത് നല്ലപോലെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ് ഒഴിച്ചത്. അപ്പൊ വെള്ളത്തിന്റെ അളവ് പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് വേറെ കാര്യത്തിനൊന്നല്ല, നമ്മൾ ജസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം സിമ്മിലിട്ടിട്ട് ഒരു 2 വിസില് കൊടുക്കുക. ഞാൻ കുക്കറിനെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പം 2 വിസില് മീഡിയം സിമ്മിലിട്ടിട്ട് കൊടുക്കുക. ശേഷം ഓഫ് ചെയ്യാം. ഇപ്പൊ കറക്റ്റ് 2 വിസില് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുക്കർ ഓഫ് ചെയ്തു. അതിനകത്തുള്ള എയർ കളഞ്ഞു. എയർ നമ്മൾ പൊക്കി കളയുക. കാരണം 2 വിസിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അരി ഏകദേശം വെന്ത് കാണും. പിന്നെ നമ്മൾ എയർ പോകാൻ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എയർ പൊക്കി കളഞ്ഞു. കറക്റ്റ് 2 വിസിലേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് പതുക്കെ ഇതേപോലെ ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ടേസ്റ്റി എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ റെസിപ്പി എല്ലാവരും ഷെയർ ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനിയും നല്ല റെസിപ്പീസ് ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.